അപ്പോൾ ഇന്ന് നമുക്കൊരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാം. ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തക്കാളി വേണം, പിന്നെ ഒരു സവോള വേണം. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ടൊമാറ്റോ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് പിന്നെ അതിനെ ഒന്നും കൂടി മുറിക്കുന്നുണ്ട്. അങ്ങനെ 2 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം സവോളയും ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ടൊമാറ്റോ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇവയാണ് ആവശ്യം. പിന്നീട് ടൊമാറ്റോ സോസ് കൂടെ വേണം കേട്ടോ. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് പച്ചമുളകും സവോളയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതിനുശേഷം പച്ചമുളക് സവോളയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം സൈസിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരു ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തീൻ്റെ ഒപ്പവും ചോറിനൊപ്പവും നന്നായിട്ട് പോകുന്ന ഒരു കറിയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനൊരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണം. പിന്നീട് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടത്തിൽ, അപ്പത്തിൻ്റെ കൂടത്തിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.